കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നാഗക്കോട്ടയിലേക്ക് എത്ര ബുദ്ധിമുട്ടി അവിടെ എത്തുന്നു, അത്രയും ബുദ്ധിമുട്ട് തിരിച്ചു വരുമ്പോഴും നീ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് പ്രത്യേകം ഓർമ്മിക്കുക. അവിടുന്ന് ജീവനോട് തിരിച്ചു വന്ന ചരിത്രമേയില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ നാഗക്കോട്ട മുഴുവൻ വിഷസർപ്പങ്ങളുടെ ഉഗ്രവിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ട് ജീവനോടെ വന്ന ചരിത്രമേ ഉണ്ടായിട്ടില്ല. നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള കടമ ഇപ്പൊ നിന്റെ കയ്യിൽ മാത്രമാണ്. നിന്റെ ആ കടമ എങ്ങനെ നിറവേറ്റണമെന്നുള്ളത് നിന്റെ ബുദ്ധിയും സാമർത്ഥ്യശക്തിയും പോലിരിക്കും. ഇതിൽ കൂടുതൽ ഇനി എനിക്കൊന്നും പറയുവാനില്ല. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. 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 ഏട്ടാ, എനിക്ക് എന്റെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഏട്ടാ. എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. എന്റെ അർജുനൊന്നും സംഭവിക്കില്ല. ഞാൻ അർജുനെ രക്ഷിക്കും. ഏയ്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കാത്ത കാര്യം. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഞങ്ങളുടെ വിഷമേറ്റ് നീ ശവമാകുമെന്നുള്ള കാര്യം ഉറപ്പ്. നിനക്ക് നിന്റെ സ്വന്തം ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മയും ഭവാനിയും പിന്നെ ജീവനോടുണ്ടാവില്ല. അവരുടെ ജീവൻ ഓർത്തിട്ടാണെങ്കിലും എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിച്ചതാ ഭഗവാനെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തതും നല്ല ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു. എന്നെ ദേവി ഇത് രക്ഷിക്കും. सूर्यं अमृत किरण रसरम्य प्रवाहं ललित ललित लावण्यललामं महित महित माधुर्य मनोज्ञं तं नमामि सान्द्रोदय चन्द्रम् रागभोग संधान निधानं राजयोग संपूर्ण प्रभावं नव्य दिव्य सौन्दर्य सुधीरं तं नमामि सम्मोहक सुखम्. മുത്തശ്ശി, ഞാൻ അർജുനെ രക്ഷിക്കാൻ വേണ്ടി നാഗക്കോട്ടയിലേക്ക് പോകാൻ പോവുകയാണ്. ഭവാനി, ആ പ്രദേശം വളരെ ആപത്ത് നിറഞ്ഞതാ. അതുപോലെ തന്നെ അവിടെ ഒരുപാട് വിഷസർപ്പങ്ങളുണ്ട്. ആ സ്ഥലത്തേക്ക് പോകുന്നവരും ഒരിക്കലും ജീവനോട് തിരിച്ചു വരില്ല എന്ന്
സന്യാസി വര്യർ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ നാഗക്കോട്ടയിൽ ഒരു പ്രത്യേകമായൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം നിറയെ വിഷസർപ്പങ്ങളാണ്. ആ സർപ്പങ്ങളുടെ നടുവിൽ നാഗദേവത നിന്റെ ഭർത്താവിനെ ബന്ധിച്ചിരിക്കുകയാണ്. വേണ്ട മോളെ, അങ്ങനെയുള്ള സാഹസമൊന്നും ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണ്ട. ഇതുവരെ അർജുൻ എന്താ എവിടാന്നൊന്നും അറിയാതെ നമ്മളെല്ലാവരും ജീവൻ കയ്യിലെടുത്ത് സങ്കടപ്പെട്ടിരിക്കുക. ഇനി നിനക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല മോളെ. വേണ്ട ഭവാനി, അത്ര ആപത്തുള്ളൊരു സ്ഥലത്തേക്ക് നീ ഒറ്റയ്ക്ക് പോകാതെ. ഈ മാണിക്യം എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് നാഗമാതാവ് അർജുനെ തടവിലാക്കിയത്. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ മാണിക്യം എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ആ സർപ്പങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാത്തിനേക്കാളും വിശ്വാസമാണ് വളരെ പ്രധാനം. എനിക്ക് എന്റെ അർജുനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അർജുൻ ജീവനോടെയുണ്ടെന്ന് ആ സ്വാമി പറഞ്ഞതല്ലേ? അർജുനെ രക്ഷിക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ എന്ന് ആ സ്വാമി നമ്മളോട് പറഞ്ഞതല്ലേ? എന്നിട്ട് ആ കാര്യം നിങ്ങൾ എല്ലാവരും മറന്നുപോയി. ഞാൻ എന്റെ അർജുനെ രക്ഷിക്കും. ആ മരണ നേരം വരുന്നതിന് മുമ്പ് എനിക്ക് എനിക്ക് എന്റെ അർജുനെ രക്ഷിച്ചേ മതിയാകൂ. ഏട്ടാ, ഞാൻ പോയി അർജുനെ രക്ഷിച്ചിട്ട് വരാം. അപ്പച്ചിയുടെ അവസ്ഥ കണ്ടതല്ലേ? അർജുൻ ജീവനോട് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് അപ്പച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ. ഭവാനി, വാ മോളെ, ഞാൻ നിന്റെ കൂടെ വരാം. ഏട്ടാ വേണ്ട, ഏട്ടൻ അപ്പച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഈ മാണിക്യം മോഷ്ടിക്കാനായിട്ട് കള്ളന്മാർ ഇവിടെ വന്നിരുന്നു. ഞാനും എന്റെ കയ്യിലുള്ള ഈ മാണിക്യം ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ ഇടയുണ്ട്. ഏട്ടൻ വരണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. ഏട്ടൻ നമ്മുടെ കുടുംബത്തിന് തുണയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ എന്റെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരും. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. അമ്മേ, അമ്മ ഈ വീടിന്റെ ദൈവമായിട്ടാ കാണുന്നത്. നമ്മുടെ വംശത്തിന് ആർക്ക് എന്ത് ആപത്ത് വന്നു കഴിഞ്ഞാലും അമ്മ വന്ന് രക്ഷിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ അർജുനെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിനകത്തേക്ക് പോവാണ്. എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. അമ്മേ, അമ്മ തന്നെ എനിക്ക് ധൈര്യവും ബലവും തന്ന് എന്നെ രക്ഷിക്കണം. രക്ഷിക്കണേ. അർജുൻ, അർജുൻ, അർജുൻ.
അർജുനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം അപ്പച്ചി. ഞാൻ അർജുനെ രക്ഷിക്കാനാ പോകുന്നത്. എന്ത് വന്നാലും ശരി, ഞാൻ അർജുനെ രക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഞാൻ അർജുനെ കൊണ്ടുവരും അപ്പച്ചി. ഭവാനി അവളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായിരിക്കും ഇങ്ങനൊരു ദുശകന ദൈവം? എന്തോ വലിയ ആപത്ത് സംഭവിക്കാനുണ്ടാവും. അതായിരിക്കും ഇങ്ങനെ ഒരു ദുശകനം. എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് അമ്മേ, നല്ല പേടി തോന്നുന്നു അമ്മേ. അവിടുന്നാണ് ഞങ്ങളുടെ കുലദൈവം. ഞങ്ങളെ സംരക്ഷിക്കേണ്ട അവിടുന്ന് ഇങ്ങനെ ദോഷം വരുത്തുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എന്താ കേൾക്കുന്നേ? എന്താ ഒരു ശബ്ദം? അതവന്റെ മരണമണി മുഴങ്ങുന്ന ശബ്ദമാ അത്. മഹാദേവ, നീ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അങ്ങേ പ്രാർത്ഥിച്ച് അങ്ങേ വണങ്ങിയതിനു ശേഷമാണ് ഞാനും അർജുനും ക്ഷേത്രത്തിലേക്ക് പോവാന്ന് തീരുമാനമെടുത്തത്. പക്ഷേ ആ നാഗദേവത എന്റെ അർജുനെ എടുത്തോണ്ട് പോയതിനു ശേഷവും നീ എനിക്കൊരു സഹായവും ചെയ്തു തന്നില്ലല്ലോ. നിന്നെ ദിനവും ആരാധിക്കുന്ന ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യാതെ അങ്ങയുടെ കഴുത്തിൽ അലങ്കാരമായി ചുറ്റിയിരിക്കുന്ന നാഗദേവതയ്ക്ക് സഹായം ചെയ്യുന്ന കാര്യം എനിക്കറിയാതെ പോയി മഹാദേവ. ദിവസവും അങ്ങയെ പൂജിക്കുന്ന ഭക്തരെക്കാളും അങ്ങയുടെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗത്തിനാണ് പ്രാധാന്യമെന്ന് ഞാൻ അറിയാതെ പോയി മഹാദേവ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഞാൻ നിത്യവും പൂജിക്കുന്ന എന്റെ ദൈവത്തിന് പോലും രണ്ടൊരു പക്ഷമുണ്ടെന്ന് വേർതിരിവോടെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പ്രവർത്തിക്കുന്നത്. കഷ്ടകാലത്ത് അങ്ങ് ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പോലും, ഞങ്ങളോട് രണ്ടൊരു പക്ഷം കാണിച്ചാൽ പോലും അങ്ങേ പൂജ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും നിർത്തില്ല. ദൈവം വേർതിരിവ് കാണിച്ചാലും ഭക്തർ ഒരിക്കലും അങ്ങനെ കാണിക്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ അങ്ങേ എന്നും പൂജ ചെയ്യും. അത് ഓർമ്മയിലിരിക്കട്ടെ മഹാദേവ, ഓർമ്മയിലിരിക്കട്ടെ.
നാഗദേവതേ, ഞാൻ നിനക്ക് വേണ്ടിയാ വന്നത്. പുറത്തേക്ക് വാ നാഗദേവതേ, പുറത്തേക്ക് വാ. പുറത്തേക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞത്. നാഗദേവതേ, ഞാൻ നിനക്ക് വേണ്ടിയാ വന്നത്. പുറത്തേക്ക് വാ നാഗദേവതേ, പുറത്തേക്ക് വാ. പുറത്തേക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞത്. നാഗദേവതേ, എന്റെ അർജുനെ നീ എടുത്തോണ്ട് പോയി ക്ഷേത്രത്തിനകത്ത് വെച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചു. നിന്നെ കൊണ്ട് എന്റെ അർജുനെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് എന്റെ അർജുനെ നീ നാഗക്കോട്ടയിൽ അടച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു നാഗദേവതേ. അതറിഞ്ഞിട്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല. ഞാൻ അർജുനെ ബന്ദിയാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്കൊരിക്കലും പോകാൻ സാധിക്കില്ല. അവനെ നിനക്കൊരിക്കലും രക്ഷിക്കാനും കഴിയില്ല. ഉറപ്പായി ഞാൻ രക്ഷിക്കും. എന്റെ ഭർത്താവിനെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിന്നെ കൊണ്ട് എന്റെ ഭർത്താവിനെ കൊല്ലാൻ സാധിക്കില്ല. ഈ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ അർജുനെ ഞാൻ ബന്ദിയാക്കിയിരിക്കുന്നത് അവനെ കൊല്ലാൻ തന്നെയാ. അവനെ ഉറപ്പായിട്ട് ഞാൻ കൊന്നിരിക്കും. ആർക്കും എന്നെ തടയാൻ സാധിക്കില്ല. ഒരു പക്ഷേ എന്റെ അർജുൻ മരിച്ചു പോയാൽ മകനില്ലെന്നുള്ള വേദനയിൽ എന്റെ അപ്പച്ചി കൂടി മരിച്ചു പോവും നാഗദേവതേ. എനിക്ക് എന്റെ അപ്പച്ചിയെ രക്ഷിക്കണമെങ്കിൽ അതിന് എനിക്ക് എന്റെ അർജുനെ രക്ഷിച്ചേ മതിയാകൂ. എന്റെ അർജുനെയും അപ്പച്ചിയെയും രണ്ടുപേരെയും ഞാൻ രക്ഷിക്കും നാഗദേവതേ. അർജുനെ നിന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ തോന്നലാണ്. അത് തോന്നലല്ല നാഗദേവതേ, എന്റെ വിശ്വാസമാണ്. എന്റെ വിശ്വാസം മാത്രമേ ജയിക്കൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എല്ലാ വിശ്വാസങ്ങളും ജയിക്കുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്റെ വിശ്വാസം ഉറപ്പായും ജയിക്കും. നിന്റെ വിശ്വാസമാണ് തോക്കാൻ പോകുന്നത്. അത് നീ മനസ്സിലാക്ക. നീയാണ് തോക്കാൻ പോകുന്നത്. നീ മാത്രമാണ്. നീ എങ്ങനെ ചിന്തിച്ചാലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, നിന്റെ അർജുനെ ഞാൻ കൊന്നിരിക്കും.